പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വിവാദങ്ങൾക്കൊടുവിൽ മലക്കം മറിഞ്ഞ ശശി തരൂർ. സ്റ്റാർട്ടപ്പിലെ കുതിപ്പ് പറഞ്ഞത് തെറ്റായിപ്പോയി. കണക്കുകൾ സത്യമല്ല, കൂടുതൽ സംരംഭങ്ങൾ വരണമെന്നും ശശി തരൂർ. ജോലി തേടി ഇസ്രയേലിൽ പോയ മലയാളി കൊല്ലപ്പെട്ടു. തുമ്പ സ്വദേശി അനി തോമസ് മരിച്ചത് ജോർദാൻ അതിർത്തിയിൽ വെടിയേറ്റ്. മരിച്ച അനി തോമസ് മനുഷ്യക്കടത്തിനിര. താമരശ്ശേരിയിൽ ഷഹബാസിനെ തല്ലിക്കൊന്നതിൽ കൂടുതൽ പേരുടെ പങ്ക് പരിശോധിക്കാൻ പോലീസ്. പ്രതികളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 4 ഫോണുകൾ പിടിച്ചെടുത്തു. മകനെ ആക്രമിച്ചത് മാരകായുധങ്ങൾ ഉപയോഗിച്ചെന്ന ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ. വെഞ്ഞാറമൂട്ടിലെ കൊടും കൊലയാളി അഫാന്റെ ഹിറ്റ് ലിസ്റ്റിൽ 2 പേർ കൂടി. ബന്ധുവായ അമ്മയോടും മകളോടും പക, 5 ലക്ഷം രൂപ കടം നൽകാത്തതിന്. മൊഴികൾ തള്ളി പിതാവ് റഹീം. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും മകനെ അറിയിച്ചിരുന്നില്ലെന്ന് റഹീം. കണ്ണൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 70 വയസ്സുകാരനായ കർഷകന് ദാരുണാന്ത്യം. മരിച്ചത് പാനൂരിലെ വല്യായി ശ്രീധരൻ. നാട്ടുകാർ പന്നിയെ കൊന്നു. കോൺഗ്രസ് പ്രവർത്തകയെ കൊന്ന സ്യൂട്ട് കേസിലാക്കിയ സംഭവം ഹരിയാനയിൽ രാഷ്ട്രീയ വിവാദം. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെയുള്ള കൊലപാതകം ആയുധമാക്കി കോൺഗ്രസ്. കൊല്ലപ്പെട്ടത് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്ന ഹിമാനി നർവാൾ. സെലൻസ്കിക്ക് പരസ്യ പിന്തുണയുമായി കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ. ട്രംപിന്റെ നിലപാട് സാമ്പത്തിക ബാധ്യതയിൽ നിന്നൊഴിയാനുള്ള നാടകമെന്ന നിഗമനം. യുക്രൈൻ അമേരിക്ക ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് നേറ്റോ. കേരളത്തിന്റെ രഞ്ജി ട്രോഫി സ്വപ്നം നാഗ്പൂരിൽ പൊലിയുന്നു. കിരീടമുറപ്പിച്ച് വിദർഭ. കളി തീരാൻ 50 ഓവറിൽ താഴെ മാത്രം ബാക്കി. തെറ്റിപ്പോയി, തിരുത്തി തരൂർ. കേരളത്തിന്റെ വ്യവസായ വളർച്ച സംബന്ധിച്ച മുൻ നിലപാട് മാറ്റി ശശി തരൂർ. റിപ്പോർട്ടിലുള്ളതല്ല കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റാർട്ടപ്പ് വളർച്ചയെന്ന് ബോധ്യമായി. കടലാസുകളിൽ മാത്രമല്ല കേരളത്തിന്റെ വ്യവസായ വളർച്ച ഉണ്ടാവേണ്ടതെന്നും തരൂർ എക്സിൽ കുറിച്ച പോസ്റ്റിൽ വ്യക്തമാക്കി. കോൺഗ്രസ് ഹൈക്കമാൻഡുമായി നടന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് തരൂരിന്റെ പിന്നോട്ടു പോക്ക്. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഒരു സമവായത്തിന്റെ പാതയിലാണ് തരൂരിന്റെ പോക്കെന്ന് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് ശേഷമുള്ള ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമായിരുന്നു. പക്ഷെ അതിനും അപ്പുറം ഇന്ന് കൃത്യമായ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലേഖനം ഉദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് കൂടെ ചേർത്തുകൊണ്ടുള്ള ആ പോസ്റ്റിൽ പറഞ്ഞതെല്ലാം തെറ്റിപ്പോയെന്ന് തരൂർ തിരുത്തുകയാണോ? ശ്രീജ, ഒരു തരൂർ ശൈലിയിലുള്ള പിന്നോട്ട് പോക്കെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം തരൂർ ഒരു സമഗ്രമായ ലേഖനത്തിലൂടെയാണ് സംസ്ഥാനത്തിൻ്റെ വ്യവസായ വളർച്ചയെ പുകഴ്ത്തിയതെങ്കിൽ അത്ര വിശദമായൊന്നും എഴുതാൻ തരൂർ ഇത്തവണ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിൽ വന്ന സംസ്ഥാനത്തിൻ്റെ വ്യവസായ രംഗത്തെ പിന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട ഒരു ലേഖനത്തെ, ഒരു വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ടാണ് എക്സിൽ, തൻ്റെ എക്സ് അക്കൗണ്ടിൽ ഇത്തരമൊരു പോസ്റ്റ് ഇടുന്നത്. 3 സെൻറ്റൻസുകളാണ് അദ്ദേഹം പ്രധാനമായും കോട്ട് ചെയ്യുന്നത്. ഒന്ന്, കടലാസുകളിലെ കണക്കുകളിലല്ല സംസ്ഥാനത്തിൻ്റെ വ്യവസായ വളർച്ച എന്ന് തനിക്ക് ബോധ്യമാവുന്നുണ്ട്. കടലാസുകളിൽ മാത്രം പോരാ, യഥാർത്ഥ വ്യവസായ വളർച്ച കേരളത്തിൽ ഉണ്ടാവണം. സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലത്. ഇതാണ് അദ്ദേഹം 3 സെൻറ്റൻസുകൾ പരാമർശിച്ചിരിക്കുന്നത്. ഇതിനപ്പുറം ഈ വിഷയത്തിൽ അദ്ദേഹം കൂടുതൽ പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ കൂടിയും തൻ്റെ മുൻ നിലപാടുകളിൽ നിന്നുള്ള കൃത്യമായ പിന്നോട്ട് പോക്കാണ് തരൂർ നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. കാരണം നേരത്തെ അദ്ദേഹം പലവട്ടം ഈ വിവാദമായതിനു ശേഷവും മാധ്യമപ്രവർത്തകരോടും അല്ലാതെയും താൻ പിന്നോട്ട് പോവില്ല, കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് താൻ സംസാരിച്ചത്, അത് തെറ്റ് എന്ന് തനിക്ക് ബോധ്യമുണ്ടായിട്ടില്ല എന്നതായിരുന്നു തരൂറിൻ്റെ വാദം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കണക്കുകളിൽ മാത്രമാണ് സംസ്ഥാനത്തിൻ്റെ വ്യവസായ വളർച്ച ഉണ്ടായിരിക്കുന്നത് എന്നതാണ് യഥാർത്ഥ വസ്തുത. അതല്ല എന്നതാണ് തരൂർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദം. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഹൈക്കമാൻഡുമായി നടന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് തരൂർ ഈ നിലപാട് മാറ്റം വരുത്തുന്നത് എന്നത് സ്വാഭാവികമായും അത് കോൺഗ്രസിന്, UDF-ന് ഒക്കെ, ദേശീയ തലത്തിൽ കോൺഗ്രസിനൊക്കെ വലിയ ആശ്വാസം നൽകുന്നതാണ്. കാരണം തരൂർ സംസ്ഥാനത്തെ സർക്കാരിനെ പുകഴ്ത്തി ഒരു നിലപാടെടുക്കുമ്പോൾ പിന്നെ എങ്ങനെ
നിലപാടെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രതിപക്ഷമായി മുന്നോട്ട് പോകുമെന്ന ചോദ്യമുണ്ടായിരുന്നു. എന്തായാലും തരൂരൊപ്പമുണ്ട്. തരൂരിനെ ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് ആശ്വാസം നൽകുന്ന ഒരു പിന്നോട്ട് പോക്കാണ് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് വ്യക്തമാവുന്ന കാര്യം. എന്തായാലും തരൂർ പിന്നോട്ട് പോകുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത തരൂർ തന്നെ വരുത്തേണ്ടതുണ്ട് എന്നതാണ് നിലവിലെ സാഹചര്യം. വിശദമായ ലേഖനമൊന്നുമില്ല, മറിച്ച് പത്രത്തിൽ വന്ന റിപ്പോർട്ടിനോടൊപ്പം 2 വരി ചേർത്താണ് തരൂർ തനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് മലക്കം മറിയുന്നത്. വികസനം വേണ്ടത് കടലാസിലല്ല, മറിച്ച് കൃത്യമായ സംരംഭങ്ങൾ കൂടുതൽ ഉണ്ടാവുകയാണ് വേണ്ടത് എന്നൊരു ചെറിയ വിശദീകരണം മാത്രമുണ്ട്. ഇനി ഇതിൽ കൂടുതൽ തരൂർ എന്തെങ്കിലും പറയുമോ എന്നതാണ് കാത്തിരുന്നറിയേണ്ടത്. മറ്റു വാർത്തകളിലേക്ക് നോക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ കൂടുതൽ പേരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി വെളിപ്പെടുത്തൽ. പോലീസിന് പുറമെ ആശുപത്രി സെല്ലിൽ സന്ദർശിച്ച മാനസിക വിദഗ്ധരോടും അഫാൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി. അഫാന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും. ഉടൻ തന്നെ പോലീസ് അഫാനെ ജയിലിലേക്ക് മാറ്റും. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതിനിടെയാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ പ്രതി അഫാൻ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ബന്ധുക്കളായ 2 പേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് അഫാന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഉറ്റ ബന്ധുക്കളും തട്ടത്തുമല സ്വദേശികളുമായ അമ്മയെയും മകളെയും കൊലപ്പെടുത്താനായിരുന്നു അഫാന്റെ നീക്കം. പോലീസ് സെല്ലിൽ കഴിയവേ തന്നെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധരോടും അഫാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകങ്ങൾ നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് 5 ലക്ഷം രൂപ ഈ കുടുംബത്തോട് ചോദിച്ചിരുന്നെങ്കിലും പണം നൽകാതിരുന്നതാണ് പകയ്ക്ക് കാരണം. കുടുംബത്തെ സഹായിക്കാത്ത അമ്മാവനോടും പക തോന്നിയെന്നും അദ്ദേഹത്തിന്റെ കുട്ടിയുടെ പ്രായക്കുറവ് മനസ്സിലേക്ക് വന്നതിനാൽ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുമാണ് അഫാൻ പറയുന്നത്. ഇതിനിടെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായത് ചിട്ടിയും വായ്പയിലൂടെയുമാണെന്നും ഇക്കാര്യം അഫാനും മാതാവും അബ്ദുൾ റഹീമിനെ അറിയിച്ചിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തി. നിലവിലെ പരിശോധനാ റിപ്പോർട്ടുകളിൽ അഫാൻ രാസലഹരികളൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു. അഫാന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്ന റിപ്പോർട്ട് ഡോക്ടർമാർ പോലീസിന് കൈമാറി. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പോലീസ്. കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയ പോലീസ് 4 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു. സംഘട്ടനം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, കച്ചവടക്കാർ തുടങ്ങിയവരുടെ കൂടുതൽ മൊഴിയും രേഖപ്പെടുത്തും. പ്രതികളെ നാളെ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ അനുവദിക്കും. അതേസമയം പ്രതികൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും ഷഹബാസിന്റെ അച്ഛൻ പ്രതികരിച്ചു. ചെറിയ കുട്ടിയുണ്ട്, അവനൊരു പ്രതീക്ഷ വീട്ടിൽ നിന്നാക്കി കഴിഞ്ഞാൽ മൂത്ത മകനാണ്, അവനവിടെ ആക്കി പോവാം എന്നുള്ള ഒരു പ്രതീക്ഷ ഞമ്മക്കുണ്ടായിരുന്നു. അതുവരെ നഷ്ടപ്പെട്ട് ഇപ്പം ഭാര്യ എവിടെ കിടക്കുന്ന സ്വയബോധമല്ലാതെ ചെറിയ കൊച്ചിനെ ഞാനെടുത്ത് പോകാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പോണ്. നികുതി പീഠം അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. സ്വാധീനിച്ച് അതിൽ പങ്കെടുത്ത ഈ പ്രശ്നമായിട്ട് പങ്കെടുത്ത ആളുകളിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പിടിപാടുള്ള ആളുകളാണ്. അവർ സ്വാധീനിച്ച് അവരെ മക്കളെ അവർ രക്ഷിച്ചു കൊണ്ടുപോകും. വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് എത്താൻ കാണുന്നത്. പലരും അതന്നെ പറയുന്നത്. നാട്ടിലുള്ള ആളുകളായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴിഞ്ഞ ദിവസവും, അതായത് കഴിഞ്ഞ ആവശ്യം പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് തന്നെ പറഞ്ഞത് എന്റെ കുട്ടിയാണ്, എന്റെ ഏട്ടൻ ജോലിയുണ്ട്, അതുകൊണ്ട് അത് പിടിപാട് കൊണ്ട് നമ്മൾ കഴിച്ചിലായി പോകുന്നോളും, കുഴപ്പമില്ല എന്നുള്ള ഒരു സംസാര രീതിയാണ് പരക്കെ അവിടെ കേൾക്കാൻ കഴിയുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ, അച്ഛന്റെ വാക്കുകളിലുള്ള ആധി തന്റെ മകനെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തിയവർ രക്ഷപ്പെട്ടു പോകുമോ എന്നതാണ്. അതിന് പ്രധാനമായും വേണ്ടത് തെളിവുകളാണ്. അതിൽ എത്രത്തോളം നിർണായകമാണ് ഇന്ന് പിടിച്ചെടുത്ത ഈ മൊബൈൽ ഫോണുകൾ? ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ശ്രീജ, ഈ കേസിൽ പ്രതികളായ കുട്ടികളുടെ മാതാപിതാക്കൾ പലരും സാമ്പത്തിക ശേഷിയുള്ളവരാണ്. ഒപ്പം രാഷ്ട്രീയമായി സ്വാധീനമുള്ള ആളുകളുണ്ട്. പോലീസ് ജോലി ചെയ്യുന്ന ആളുടെ മകനുണ്ട്, അധ്യാപകയുടെ മകനുണ്ട്, ഒപ്പം സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന മറ്റുള്ള ആളുകളും അങ്ങനെയൊക്കെ സ്വാധീനമുള്ള ആളുകളാണ് പ്രതികൾ. അതുകൊണ്ട് കേസ് ഇത്തരം സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഒന്നുമല്ലാതായി പോകുമോ എന്ന ആശങ്ക അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. അതുകൊണ്ട് നീതിപീഠത്തിലും സർക്കാരിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. പോലീസ് എല്ലാ തരത്തിലും കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം
മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആവശ്യമാണ് ആ സാധുവായ മനുഷ്യൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പോലീസ് ഈ ഘട്ടത്തിൽ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് തന്നെ ഈ പ്രതികളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ നിന്നും ഡിജിറ്റൽ തെളിവുകളും ആയുധങ്ങളും അടക്കം കണ്ടെത്താനുള്ള പരിശോധനകളാണ്. 4 മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ ഇൻസ്റ്റാ ഗ്രൂപ്പുകൾ വഴിയൊക്കെയാണ് ഈ കൊലവിളികൾ ഈ കുട്ടികളുടെ പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളും സംഭാഷണ ശകലങ്ങളും ഒക്കെ നാട്ടുകാർ കണ്ടതാണ്. അതുകൊണ്ട് അത്തരം ഈ ഭീഷണിപ്പെടുത്തിയവയിൽ ഈ മൊബൈലുമായുള്ള ഡിജിറ്റൽ തെളിവുകൾ വലിയ നിർണായകമാണ്. ഈ പിടിച്ചെടുത്ത മൊബൈലുകളിൽ അത്തരം തെളിവുകളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. എല്ലാ വീടുകളിലും രാവിലെ പോലീസ് സംഘം എത്തിയിരുന്നു. ഒപ്പം നെഞ്ചക്ക് പോലുള്ള ആയുധം ഉപയോഗിച്ചാണ് മാരകമായ രീതിയിൽ ഷഹബാസിനെ പരിക്കേൽപ്പിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായി. അതുകൊണ്ട് ഇത്തരം ആയുധങ്ങൾ ഈ വീടുകളിൽ നിന്ന് എവിടെയെങ്കിലും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യും. ഇതിന് ഒപ്പമാണ് ഈ തെളിവ് ശേഖരണം കാര്യമായി നടത്താൻ പോലീസ് ഒരുങ്ങുന്നത്. പ്രത്യേകിച്ചും ഈ ട്യൂഷൻ സെന്ററിൽ നടന്ന ആദ്യ സംഭവം, അതുമായി ബന്ധപ്പെട്ട ഈ ട്യൂഷൻ സെന്ററിന്റെ ഉടമകൾ, അന്ന് ആ ക്ലാസ്സിലുണ്ടായിരുന്ന പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികൾ അവരുടെ മൊഴികൾ രേഖപ്പെടുത്തും. ഇതിനുശേഷം പിന്നീട് കൂൾബാർ കോൺഗ്രസും ഈ വിദ്യാർത്ഥികൾ സംഘടനത്തിൽ ഏർപ്പെട്ടിരുന്നു. അവിടെ ഉള്ള ഈ നേരിട്ട് ഈ ദൃശ്യങ്ങൾ, ഈ സംഭവം കണ്ട ആളുകൾ അവരുടെ മൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷമാണ് ഒരു മാളിന് സമീപത്ത് വെച്ച് കുട്ടികൾ വീണ്ടും സംഘർഷത്തിൽ ഏർപ്പെട്ടത്. ഇതടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. നേരത്തെ ലഭിച്ച CCTV ദൃശ്യങ്ങൾക്കപ്പുറം മറ്റ് CCTV ദൃശ്യങ്ങളോ മൊബൈൽ ഫോണിൽ രേഖപ്പെടുത്തിയ തെളിവുകളോ ഉണ്ടോ എന്നൊക്കെ സ്ഥലത്ത് അന്ന് സംഭവിച്ചത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനാണ് ഇതിലൂടെ പോലീസ് ശ്രമിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇസ്രയേലിൽ മലയാളി കൊല്ലപ്പെട്ടു. തിരുവനന്തപുരം തുമ്പ സ്വദേശി അനി തോമസ് ഗബ്രിയേലാണ് വെടിയേറ്റ് മരിച്ചത്. വെടിയേറ്റ മറ്റൊരാൾ തിരികെ നാട്ടിലെത്തി. VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് തൊഴിൽ തേടി ഇസ്രയേലിലേക്ക് പോയ 4 പേർ അവിടെ അപകടത്തിൽപ്പെട്ടു. അവർക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത അത്ര ആശ്വാസമല്ല, നമുക്ക് ആശങ്ക നൽകുന്നതാണ്. ഒരു അറിയിപ്പായി വരുന്നത് ഒരാൾക്ക് അവിടെ ജീവൻ നഷ്ടമായി എന്നൊരു വിവരം വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ പോയതിൽ തിരുവനന്തപുരം മേനംകുളം സ്വദേശി എഡിസൺ ഉണ്ട്. എഡിസനാണ് നമുക്കൊപ്പം ചേരുന്നത്. എഡിസന് കാലിൽ വെടിയേറ്റിട്ടുണ്ട്. അങ്ങനെ വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവിടുന്ന് നമുക്ക് ലഭിക്കുന്നത്. എഡിസൺ, ഇവിടുന്ന് എന്ത് കാര്യത്തിനാണ് അവിടേക്ക് പോയത്? നമ്മൾ തൊഴിൽ തേടി പോയതാണ്. നമ്മളെവിടെ നിന്ന് കൊണ്ടുപോയതാണ്. തൊഴിൽ തേടി ഇങ്ങനെ ഉടന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. ആരൊക്കെയായിരുന്നു ഇവിടുന്ന് പോയത്? ആരൊക്കെയാണ്? നമ്മൾ ഇവിടെ നിന്ന് 4 പേരാണ് പോയത്. ഞാനും എൻ്റെ അളിയനും വേറെ 2 പേര്. എന്ത് ജോലിക്കായിരുന്നു? ജോലി അവിടെ ജോലി വാങ്ങിച്ചു തരും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. എന്ത് ജോലിയാണെന്നൊന്നും പറഞ്ഞില്ല. എന്ത് ജോലി ചെയ്യാനുള്ള ഇതിലാണ് നമ്മൾ പോയത്. ഏതെങ്കിലും ഏജൻസി വഴിയാണോ പോയത്? അതെനിക്കറിയില്ല. എന്നെ കൊണ്ടുപോയത് അളിയനാണ്. കൊണ്ടുപോയ ആളിനെ അറിയാം? കൊണ്ടുപോയ ആളിനെ അറിയാം. എന്തെങ്കിലും കാശ് അങ്ങനെ വിസയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പൈസ കൊടുത്തായിരുന്നു. നമ്മൾ 2 ലക്ഷം രൂപ കൊടുത്തായിരുന്നു. എവിടെ നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് എവിടെ പോയി? നമ്മളിവിടെ നിന്ന് ജോർദാനിൽ പോയി. ജോർദാനിൽ നിന്ന് പിന്നെ ഇസ്രായേലിലേക്ക് പോവുമായിരുന്നു. അതെ, കയറ്റി വിടുകയായിരുന്നു. അങ്ങോട്ട് പോകാൻ അവിടെ അതിർത്തി മേഖലയാണല്ലോ. അപ്പോൾ അത് എനിക്ക് സാറേ ഇപ്പം ഞാൻ അതൊക്കെ പറയേണ്ട മാനസികാവസ്ഥയിലല്ല. നിങ്ങൾ പോകുമ്പോൾ എന്താ ഫയറിംഗ് ഉണ്ടായോ? വെടിവെപ്പ് ഉണ്ടായോ? അതൊന്നും എനിക്ക് പറയേണ്ട മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. ഈ 4 പേര് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നോ? അല്ല, പ്രത്യേകമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ഇവിടെ ഒരു സഹോദരിയുണ്ട്. അവരുടെ ഭർത്താവിനെ കുറിച്ചുള്ള ഒരു വിവരമാണ് നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ വരുന്നത്. ആ കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ നടപടികളാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ വാർത്ത വന്നിട്ടേ ഉള്ളൂ. ഈ വാർത്ത കുടുംബം അറിഞ്ഞിട്ടേ ഉള്ളൂ. എഡിസൺ എപ്പോഴാണ് തിരികെ എത്തിയത് ഇവിടെ? ഞാൻ മിനിഞ്ഞാന്ന് എഡിസൺ തിരികെ എത്തി. പക്ഷേ ഇപ്പോൾ അറിയിപ്പായി. ഇവർക്ക് അവിടെ എന്ത് നടന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ലായിരുന്നു. പക്ഷേ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഒരു മെയിൽ വരുന്നതോടുകൂടിയാണ് അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ കുടുംബം അതിൻ്റെ ഒരു ആശങ്കയിലാണ്. സ്വാഭാവികമായും നമ്മളിവിടെ എത്തുമ്പോൾ ഈ ബന്ധുക്കളും നാട്ടുകാരും അടക്കം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ സർക്കാരിൻ്റെ വലിയ ഇടപെടൽ, അത് പ്രത്യേകിച്ച് ഇവിടെ നിന്നുള്ള MP-മാർ അടക്കം ഇടപെടേണ്ട ഒരു വിഷയമാണ്. തിരുവനന്തപുരത്തിൻ്റെ MP ആകട്ടെ, അല്ലെങ്കിൽ സുരേഷ് ഗോപി ആകട്ടെ, കേന്ദ്രവുമായി അടുപ്പമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ ഇടപെടൽ നടത്തണം. അവിടെ ജയിലിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് പോയ ആളുകൾ, അവശേഷിക്കുന്നവർ ഇസ്രായേലിൽ ജയിലിൽ തുടരുകയാണ്. വളരെ ദുഃഖകരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അരുൺ പാലോടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. നടന്നത് മനുഷ്യക്കടത്തായിരുന്നുവെന്ന് ആറ്റിങ്ങൽ MP അടൂർ പ്രകാശും സ്ഥിരീകരിച്ചു. യുവാക്കൾ നേരിടുന്ന പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും
MP പറഞ്ഞു. എനിക്ക് ഈ മരണപ്പെട്ടു എന്നുള്ള വിവരമല്ല ആദ്യം കിട്ടിയത്. അതുവഴി കടന്ന് വേറെ രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവരെ പിടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം എനിക്ക് കിട്ടിയത്. കിട്ടിയതനുസരിച്ച് ഞാൻ അപ്പൊ തന്നെ വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുത്തു. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന നടപടികൾ ഉണ്ടാകുകയാണ് ചെയ്യാറുള്ളത്. അപ്പോ അതനുസരിച്ച് പക്ഷെ ഇവരുടെ ഈ പൂർണ്ണമായ പേപ്പേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അവരുടെ ഒരു പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ആദ്യം അയച്ചു തന്നത്. വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലി എന്ന പരാതിയിൽ യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു. കാസർഗോഡ് ഹോസ്ദുർഗ് പോലീസാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. ഭർത്താവ് നെല്ലിക്കട്ട് സ്വദേശി അബ്ദുൾ റസാഖിനെതിരെ മുത്തലാഖ് നിരോധന നിയമത്തിനു പുറമെ സ്ത്രീ പീഡന കേസും ചുമത്തും. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ യുവതിയും അതുപോലെ തന്നെ യുവതിയുടെ പിതാവും ഉള്ളത്. ഏതായാലും പോലീസ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് നടപടി ആരംഭിച്ചിരിക്കുന്നു. 27-ാം തീയതിയാണ് ഈ പെൺകുട്ടി പരാതി നൽകിയത്. 4 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ മുത്തലാഖ് നിരോധന നിയമത്തിന് പുറമെ സ്ത്രീധന പീഡന നിയമം കൂടി ഉൾപ്പെടുത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അത്തരത്തിലുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഈ കുടുംബം നീതി കിട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് കുടുംബവും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിടുന്നത്. അതായത് ഈ പരാതി നൽകിയിട്ടും പോലീസ് മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാത്ത ആ നടപടി, അതിനുശേഷം ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് മൊഴി രേഖപ്പെടുത്തുന്ന നടപടി പുരോഗമിക്കുന്നത്. ഏതായാലും എനിക്ക് പിന്നിൽ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവതിയുടെ മൊഴിയാണ് എടുക്കുന്നത്. എന്തായാലും 3 വർഷത്തെ ദാമ്പത്യ ജീവിതം, അതും ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് പ്രേമിച്ച് കഴിച്ചൊരു വിവാഹബന്ധം 22 സെക്കൻഡ് കൊണ്ട് മൊഴി ചെല്ലുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ തന്നെ ഈ മുത്തലാഖ് നിരോധന നിയമം വന്നതിന് ശേഷം കേരളത്തിലെ 2ാമത്തെ കേസായി ഇത് മാറുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ കേസാണ് ഈ മുത്തലാഖ് നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും യുവാവ് ഇപ്പോൾ വിദേശത്താണുള്ളത്. യുവാവിനെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അത് പോലീസ് ഇതിന് കേസെടുത്തതിന് ശേഷം തീരുമാനിക്കും. ഈ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അത്രത്തോളം കൊടിയ പീഡനം ഈ പെൺകുട്ടിക്ക് ഭർത്തൃ വീട്ടിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് പണമായും 12 ലക്ഷത്തോളം രൂപ ഇവർ ഈ പെൺകുട്ടിയിൽ നിന്നും ഇത്തരത്തിൽ തട്ടിയെടുത്തിട്ടുമുണ്ട്. അതൊക്കെ കൃത്യമായ തെളിവ് സഹിതമാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടി ഹാജരായി ആ തെളിവുകൾ കൈമാറുന്നത്. ആ കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കും. ഈ കുടുംബത്തിന്റെ ഈ ഭർത്തൃ വീട്ടുകാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. അത്തരം നടപടികളിലേക്കും കിടക്കും. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൽ പോലീസ് മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങി എന്ന് തന്നെയാണ്. വൈകാതെ തന്നെ പോലീസ് സംബന്ധിച്ച് കേസും രജിസ്റ്റർ ചെയ്യും. KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. അർദ്ധരാത്രി ഉറങ്ങിക്കിടന്ന ആശാ വർക്കർമാരെ വിളിച്ചുണർത്തി പെരുമഴയത്ത് ടാർപോളിൻ ഷീറ്റ് അഴിപ്പിച്ച് പോലീസ്. കോടതി വിധി ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസിന്റെ നടപടി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിനാണ് അഴിപ്പിച്ചത്. മുകളിൽ നിന്നുള്ള ഉത്തരവാണ് പോലീസ് നടപ്പാക്കിയതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. രാത്രി ടാർപോളിൻ കെട്ടി അതിനു താഴെ പായ വിരിച്ചുറങ്ങുകയായിരുന്നു ആശാപ്രവർത്തകർ. പുലർച്ചെ 3 മണിയോടെ മഴ പെയ്തപ്പോഴാണ് പോലീസ് നടപടി. ടാർപോളിൻ അഴിച്ചു മാറ്റണമെന്ന് നിർബന്ധപൂർവ്വം പോലീസ് ആവശ്യപ്പെട്ടു. കോടതി ഉത്തരവും പോലീസ് പരാമർശിച്ചു. പോലീസിന്റേത് മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് പ്രതിഷേധക്കാർ. അതുകൊണ്ട് മഴയൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഭരണകൂടം ഇങ്ങനെ ചെയ്യുന്നത് ഈ 20 ദിവസമായിട്ട് ഇവിടെ ഈ പെരുമഴയത്തും വെയിലത്തൊക്കെ ഇരിക്കുമ്പോൾ ഇതൊരു കണ്ണില്ലാത്തൊരു ക്രൂരത തന്നെയാണ്. ഒരു 15 പേരാണ് ഉണ്ടായിരുന്നത്. അഴിച്ചു മാറ്റിയതിനു ശേഷം മഴയത്ത് ഇരിക്കുമായിരുന്നു, കസേരയിൽ ഇരിക്കുമായിരുന്നു. എങ്ങനെയാണ് കിടക്കാൻ പറ്റുന്നത്? എല്ലാം നനഞ്ഞു, വിരിച്ചിരുന്നതെല്ലാം നനഞ്ഞു. ഞങ്ങളുടെ പ്ലാസ്റ്റിക് ഷീറ്റും പായും എല്ലാം നനഞ്ഞു. പിന്നെ കിടക്കാൻ പറ്റില്ലല്ലോ, ഇരുന്ന് നേരം വിളിപ്പിക്കുമായിരുന്നു ഇത്രയും സമയം. ഇതിപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് പിടിച്ച് ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നതാണ്. പോലീസ് പറയുന്നത് നിങ്ങൾ ഇത് മഴയത്ത് നിങ്ങൾ കുട പിടിച്ചിരുന്നോളാം. നിങ്ങളുടെ ആരുടെ കയ്യിലും കുട പോലും ഉണ്ടായിരുന്നില്ല, മഴയത്തിരിക്കുമായിരുന്നു. ആശാവർക്കർമാരുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം 21 ദിവസം പിന്നിട്ടു. ആശാവർക്കർമാർ നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. വേതനം 7000-ൽ നിന്ന് 21,000 ആക്കുക, പെൻഷൻ അനുവദിക്കുക, വിരമിക്കുമ്പോൾ ₹1,00,000 അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. മൊകേരി വള്ളിയായി സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. സംസ്ഥാനത്ത് 2 മാസത്തിനിടെ 15 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടാന, കടുവ, പുലി, കാട്ടുപന്നി, കാടിറങ്ങുന്ന വന്യതയിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം ഏറുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഇര
കണ്ണൂർ മൊകേരി പഞ്ചായത്തിലെ വള്ളിയായി സ്വദേശി ശ്രീധരൻ. പാട്യം പഞ്ചായത്തിലെ മുതിയങ്ങയിൽ രാവിലെ 9 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. കൃഷിയിടത്തിലെത്തിയ ശ്രീധരനെ കാട്ടുപന്നി കുത്തിവീഴ്ത്തുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയപ്പോൾ കാട്ടുപന്നി വീണ്ടും ശ്രീധരനെ ആക്രമിക്കുന്നതാണ് അയൽവാസികൾ കണ്ടത്. ദേഹമാസകലം ചോര പടർന്ന നിലയിലായിരുന്നു. കാലത്ത് 9 മണിക്ക് അങ്ങനെയാണ് പാട്യം പഞ്ചായത്തിലെ മുതിയങ്ങ വരുന്നതാണ് പന്നീൻ്റെ കുത്തേറ്റ്. അപ്പോൾ ആൾക്കാർ ഞങ്ങൾ വൈരം കേൾക്കുന്നില്ല. എന്നാൽ ശരിക്കും എന്നാൽ കാര്യം അറിയില്ല. പറഞ്ഞു ഓടിപ്പോയി കഴിഞ്ഞാൽ പന്നീനടക്കം കണ്ടില്ല. പന്നി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരണം സംഭവിച്ചു. ഇവിടെ ഈ ഭാഗത്ത് പന്നികളുടെ അക്രമം കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കാറുണ്ട് എന്ന് കർഷകർ ഇപ്പം പറയുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് കാട്ടുപന്നിയുടെയൊക്കെ ആക്രമണത്താൽ കർഷകർ ഏറെ ബുദ്ധിമുട്ടിയിരുന്ന പ്രദേശം കൂടിയാണ് ഈ പ്രദേശം. കാട്ടുപന്നി ശല്യം രൂക്ഷമായ പ്രദേശത്ത് ഇതിനു മുൻപും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ശ്രീധരൻ ഉൾപ്പെടെ കഴിഞ്ഞ 60 ദിവസത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ 15 പേർക്കാണ് സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായത്. ന്യൂസ് 18 കണ്ണൂർ. അട്ടപ്പാടി പാലൂർ ആനക്കട്ടി ഊരിൽ വനാതിർത്തിയോട് ചേർന്ന് മേയാൻ വിട്ടിരുന്ന കാളയെ കാട്ടാന കുത്തിക്കൊന്നു. പാലൂർ സ്വദേശി ബാലന്റെ കാളയെയാണ് ആന കുത്തിയതായി സ്ഥിരീകരിച്ചത്. മേയാൻ വിട്ട കാള തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആക്രമണം സ്ഥിരീകരിച്ചത്. 6 ആനകളാണ് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. കടുത്ത ചൂടിന് ആശ്വാസമായി തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് മഴ അനുഭവപ്പെടുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഒറ്റപ്പെട്ട മഴയുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്നിപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുകൾ എന്തൊക്കെയാണ്? ശ്രീജ, തെക്കൻ കേരളത്തിൽ വളരെ ആശ്വാസകരമായ മഴയാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് ഈ മണിക്കൂറുകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പും അങ്ങനെ തന്നെയാണ്. ഒപ്പം തെക്കൻ ജില്ലകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും പുറമെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിലും ഒരാഴ്ചയെങ്കിലും സമാന സാഹചര്യം ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ സാഹചര്യം. സംസ്ഥാനത്ത് പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ 40 ഡിഗ്രിയോളം പകൽച്ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ഏറെ ആശ്വാസകരമായൊരു സാഹചര്യം വേനൽമഴ അനുഭവപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ തെക്കൻ കേരളത്തിൽ മാത്രമാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിലെങ്കിലും മഴ അനുഭവപ്പെടുന്നത്. കണ്ണിനും ശരീരത്തിനും ഒക്കെ ആശ്വാസമാണ്. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലും നല്ല മഴ അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ നല്ല മഴ കിട്ടുന്നുണ്ട്. കേരളത്തിൻ്റെ മറ്റു ഭാഗത്ത് അത്ര മഴയില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. മറ്റ് വാർത്തകളിലേക്ക് പോകാം. ഹരിയാനയിൽ കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം സ്യൂട്ട് കേസിൽ. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ സജീവമായിരുന്ന ഹിമാനി നർവാളാണ് കൊല്ലപ്പെട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ കൊലപാതകം സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. റോതകിലെ സാംപ്ല ബസ് സ്റ്റാൻഡിന് സമീപമാണ് സ്യൂട്ട് കേസ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംശയം തോന്നിയ യാത്രക്കാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പോലീസ് എത്തി തുറന്നു പരിശോധിച്ചപ്പോൾ സ്യൂട്ട് കേസിൽ മൃതദേഹം. കൊല്ലപ്പെട്ടത് കോൺഗ്രസ് പ്രവർത്തക ഹിമാനി നർവാളാണെന്ന് പാർട്ടി നേതൃത്വം സ്ഥിരീകരിച്ചു. കഴുത്തിൽ ഷാൾ ചുറ്റി മുറുക്കിയ നിലയിലായിരുന്നു. മുറിവേറ്റ പാടുകളുമുണ്ട്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. टीमें लगातार लगी हुई हैं. कल से ही जब से सूचना हमारे पास आई थी उसी टाइम से पूरा प्रशासन अलर्ट है. टीमें लगी हुई हैं. अलग अलग 3-4 टीमें हैं. साइंटिफिक एंगल जो भी उन पर काम कर रहे हैं. जो भी साइंटिफिक चीज़ें हैं, कैमरा, CCTV कैमरा वगैरह, वो जो भी साइंटिफिक एविडेंस कोई भी हो सकते हैं, उन पर काम चल रहा है. और जो भी उनके आधार पर जैसा निष्कर्ष निकलेगा उसी हिसाब से कार्रवाई जारी रहेगी. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് സ്യൂട്ട് കേസ് ഉപേക്ഷിച്ചത് ആരെന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. കോൺഗ്രസ് റാലികളിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവമായിരുന്നു ഹിമാനി. രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിലും പങ്കെടുത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയുണ്ടായ കൊലപാതകം വൻ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ രംഗത്ത് വന്നു. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഉത്തരാഖണ്ഡിൽ ഹിമപാതത്തിൽ കുടുങ്ങിയ 4 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ഹെലികോപ്റ്ററുകളുടെയും സ്നിഫർ നായകളുടെയും സഹായത്തോടെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്.
ഡൽഹിയിൽ നിന്ന് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറും എത്തിക്കും. കൂറ്റൻ മഞ്ഞുപാളികൾക്കിടയിൽ കുടുങ്ങിപ്പോയ 55 തൊഴിലാളികളിൽ 51 പേരെ പുറത്തെത്തിച്ചിരുന്നു. ഇവരിൽ 4 പേർ മരിച്ചു. വെള്ളിയാഴ്ചയാണ് ഇൻഡോ ടിബറ്റൻ അതിർത്തിയിലെ മാനയിൽ വൻ മഞ്ഞിടിച്ചിലുണ്ടായത്. തൊഴിലാളികൾ കഴിഞ്ഞിരുന്ന 8 കണ്ടെയ്നർ ഹോമുകൾക്കും ഒരു ഷെഡിന് മുകളിലേക്കാണ് കൂറ്റൻ മഞ്ഞുപാളികൾ ഇടിഞ്ഞു വീണത്. 3 കണ്ടെയ്നർ ഹോമുകൾ കൂടി ഇനി കണ്ടെത്താനുണ്ട്. ഡൊണാൾഡ് ട്രംപ് സെലൻസ്കി പരസ്യ തർക്കത്തിൽ സെലൻസ്കിക്ക് പരസ്യ പിന്തുണ നൽകുമ്പോഴും യുക്രൈൻ അമേരിക്ക ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന നിലപാടിൽ നേറ്റോ. സാമ്പത്തിക ലക്ഷ്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബോധപൂർവം നാടകം കളിച്ചതാണെന്ന് കരുതുന്ന കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വെന്റിലേറ്റർ സഹായം തുടരുകയാണെങ്കിലും ശ്വാസകോശ അണുബാധ ഭേദമായിട്ടുണ്ട്. എന്നാൽ ശ്വാസതടസ്സവും ചുമയും ഉള്ളതിനാൽ ഇടയ്ക്കിടെ വെന്റിലേറ്റർ സഹായം വേണ്ടിവരുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം സ്വന്തമായി ഭക്ഷണം കഴിച്ചെന്നും പത്രം വായിച്ചെന്നും വത്തിക്കാൻ അറിയിച്ചു. റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി തുടരുകയാണ്. ജമേലി ആശുപത്രിയിലെ ജീവനക്കാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥന നടത്തി. തുടർച്ചയായി 3ാമത്തെ ഞായറാഴ്ചയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രാർത്ഥനാ ചടങ്ങുകളിൽ വിശ്വാസികൾക്കൊപ്പം പോപ്പ് പങ്കെടുക്കാതിരിക്കുന്നത്. ഫെബ്രുവരി 14 ആരോഗ്യനില മോശമായതിനെ തുടർന്ന് 88-കാരനായ പോപ്പിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.